എല്ലാവർക്കും മെക്പോയിന്റ് കേരള പി.സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പോളി ലെക്ചറർ മെക്കാനിക്കൽ അതുപോലെ തന്നെ ഓട്ട്സെയർ അതുപോലെ തന്നെ മെക്കാനിക്കൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദി സെപ്റ്റ് വോളിയം ഇൻ എ സിലിണ്ടർ ഇഫ് ദ കംപ്രഷൻ റേഷ്യോ ഈസ് 8:1 ആൻഡ് ദ ക്ലിയറൻസ് വോളിയം ഈസ് 15 cc 15 സെന്റിമീറ്റർ ക്യൂബ് എന്നാണ്. ഓപ്ഷൻസ് ഉണ്ട് 95 cc, 105 cc, 110 cc, 115 cc. And we have the equation compression ratio is equal to Vs plus Vc divided by Vc. We know the value of clearance volume, so you can easily calculate the value of sept volume by using this equation. And the final answer we get around 105 ആണ്. Answer option B ആണ്. 105 is the answer for this question. Okay. ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കംപ്രഷൻ റേഷ്യോ ഓഫ് പെട്രോൾ എഞ്ചിൻ ഈസ്. കംപ്രഷൻ റേഷ്യോസ് നമുക്കറിയാം, പെട്രോൾ എഞ്ചിന് ഡീസൽ എഞ്ചിനും രണ്ടും ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും. ഓപ്ഷൻ എ ഗ്രേറ്റർ ദാൻ ഡീസൽ എഞ്ചിൻ, ലെസർ ദാൻ ഡീസൽ എഞ്ചിൻ, ഈക്വൽ ടു ഡീസൽ എഞ്ചിൻ, നൺ ഓഫ് ദീസ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ തന്നെയാണ്. ലെസർ ദാൻ ഡീസൽ എഞ്ചിൻ ആണ്. നിങ്ങൾ ഇതിന്റെ റേഞ്ച് ഒന്ന് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ നോർമലി വേരീസ് ബിറ്റ്വീൻ 6 to 10 ആണ്. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ദിസ് നോർമലി വേരീസ് ഇൻ ബിറ്റ്വീൻ 15 and 25 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ക്ലിയറൻസ് വോളിയം in a cylinder if the compression ratio is 9.8:1 and the displacement volume is 124.9 cc. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്റ്റ് വോളിയം ആണ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 15.19, 14.19, 16.19 and option D 13.19. The same equation നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നു. കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു Vs plus Vc divided by Vc, and we have given the value Vs is equal to 124.9, so we can easily calculate the value of Vc and we get the final answer as option B 14.19 cc ആണ്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. An engine with a bore diameter greater than stroke length is called. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓവർ സ്ക്വയർ എഞ്ചിൻ, സ്ക്വയർ എഞ്ചിൻ, അണ്ടർ സ്ക്വയർ എഞ്ചിൻ and none of these. ഇതിന്റെ ആൻസർ ഓവർ സ്ക്വയർ എഞ്ചിൻ ആണ്. ഓപ്ഷൻ എ ആണ്. ബോർ ഡയമീറ്റർ കൂടുതലാണ്, സ്ട്രോക്ക് ലെങ്ത് അങ്ങനത്തെ രണ്ട് ഈക്വൽ ആണെങ്കിൽ സ്ക്വയർ എഞ്ചിൻ ആണ്. ബോർ ഡയമീറ്റർ സ്ട്രോക്ക് ലെങ്ത്തിനെങ്കിൽ കുറവാണെങ്കിൽ അണ്ടർ സ്ക്വയർ എഞ്ചിൻ ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഓവർ സ്ക്വയർ എഞ്ചിൻസ് നമ്മൾ ഹൈ സ്പീഡ് എഞ്ചിൻസിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വി എഞ്ചിൻ സിലിണ്ടേഴ്സ് are arranged in V shape at an angle. Options ഉണ്ട് 90 degree, 60 degree, both A and B and none of these. V എഞ്ചിൻസിൽ നമ്മൾ 90 ഡിഗ്രി അറേഞ്ച്മെന്റും ഉണ്ട്, 60 ഡിഗ്രി അറേഞ്ച്മെന്റിലുള്ള രണ്ട് ടൈപ്പ് എഞ്ചിൻസ് ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. V type has 2 rows of cylinders usually forming an angle 60 or 90 degree between the two banks. V8 engines are usually of 90 degree type ആണ്. Which of the following types of engines are used in small aeroplanes? Options ഉണ്ട് Wankel engine, radial engines, V engine, opposed engine ആണ്. സ്മോൾ എയർപ്ലെയിൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയൽ എഞ്ചിൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ബാക്ക് ഫ്ലോ സ്കാവഞ്ചിങ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക് ഫ്ലോ സ്കാവഞ്ചിങ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലൂ ഫ്ലോ സ്കാവഞ്ചിങ് ആണ്. ലൂ ഫ്ലോ സ്കാവഞ്ചിങ്ങിന്റെ വേറൊരു പേരാണ് ബാക്ക് ഫ്ലോ സ്കാവഞ്ചിങ്. ഇൻ ലൂ ഫ്ലോ സ്കാവഞ്ചിങ് ഇൻലെറ്റ് പോർട്സ് ആൻഡ് exhaust ports are arranged in same side of the engine cylinder ആണ്. So it is known as backflow scavenging. Come to question. Scavenging is the process of
ഓപ്ഷൻസ് ഉണ്ട്. ഡ്രൈവിംഗ് ഓഫ് ഫ്രഷ് എയർ ഇൻ ദ സിലിണ്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് exhaust gases, driving of exhaust gases from the cylinder with the help of fresh air, mixing of air and fuel, none of these. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഡ്രൈവിംഗ് ഓഫ് exhaust gases ബൈ ദ യൂസ് ഓഫ് ഫ്രഷ് എയർ ആണ്. നമ്മൾ ഫ്രഷ് എയർ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഹീറ്റഡ് ആയിട്ടുള്ള എയറിന് ഡെൻസിറ്റി കുറവായിരിക്കും, അത് തള്ളിപ്പോവും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്കാവഞ്ചിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ 4-stroke engine makes 1000 revolutions per minute, the number of power stroke per minute will be എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു 4-stroke എഞ്ചിന്റെ കേസിൽ 2 റെവല്യൂഷനിലാണ് ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അപ്പൊ 1000 റെവല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം 500 അല്ലെ, 500 പവർ സ്ട്രോക്ക് ആയിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ 250, 500, 750, 1000 ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ 500 ആയിരിക്കും. ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ 500 ആയിരിക്കും. 4 സ്ട്രോക്ക് 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ആണ്. അപ്പൊ അതിൽ 1 പവർ സ്ട്രോക്ക് ആണുള്ളത്. അതുകൊണ്ട് തന്നെ 1000 റെവല്യൂഷൻ ഉണ്ടെങ്കിൽ 500 പവർ സ്ട്രോക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. 10th question. Diesel engine works under Otto cycle, constant volume cycle, constant pressure cycle, constant heat cycle. നമുക്കറിയാം പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിൾ പ്രകാരമാണ്. ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഡീസൽ എഞ്ചിൻ പ്രകാരമാണ്. പക്ഷെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഡീസൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. പകരം കോൺസ്റ്റന്റ് വോളിയം സൈക്കിളും ഉണ്ട്, കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിളും ഉണ്ട്. കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ തന്നെയാണ് ഓട്ടോ സൈക്കിൾ. അവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ്, ഹീറ്റ് റിമൂവ് ചെയ്യുന്നതും കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഇൻ കേസ് ഓഫ് എ പെട്രോൾ എഞ്ചിൻ. പക്ഷേ ഒരു ഡീസൽ എഞ്ചിൻ സൈക്കിളിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലും ഹീറ്റ് റിമൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിളിന്റെ വേറൊരു പേരാണ് ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ എഞ്ചിൻ സിലിണ്ടർ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ. എഞ്ചിൻ സിലിണ്ടർ ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ: സ്റ്റീൽ ആൻഡ് അലൂമിനിയം അലോയ്, ടങ്സ്റ്റൺ ആൻഡ് സ്റ്റീൽ, കാസ്റ്റേൺ ആൻഡ് അലൂമിനിയം അലോയ്, നൺ ഓഫ് ദീസ്. ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ കാസ്റ്റേൺ ആൻഡ് അലൂമിനിയം അലോയ് ആണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ കാസ്റ്റേൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അലൂമിനിയം അലോയ് ആയിരിക്കും സിലിണ്ടർ ബ്ലോക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Which of the following provide lubrication property for cylinder block? Silicon, graphite, manganese, none of these. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് മെറ്റീരിയൽ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ബ്ലോ ബൈ? ബ്ലോ ബൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The shape of the cylinder head, the leakage of air fuel mixture from combustion chamber to crankcase ആണ്. The unwanted particle present in air fuel mixture നെയാണ് blow by എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, none of the above. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പഠിച്ചു വെക്കുക. The leakage of air fuel mixture from the combustion chamber to the crankcase നെയാണ് നമ്മൾ blow by എന്നുകൊണ്ട് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബേസിക് ഫ്രെയിംവർക്ക് ഓഫ് എഞ്ചിൻ സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക്, ക്രാങ്ക് കേസ്. ദ ബേസിക് ഫ്രെയിംവർക്ക് എന്തെന്നാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. എന്തെന്നായിരിക്കും ബേസിക് ഫ്രെയിംവർക്കിനെ നമ്മൾ എന്തെന്നായിരിക്കും പറയാ? എഞ്ചിൻ സിലിണ്ടർ ബ്ലോക്കിനെ സിലിണ്ടർ ബ്ലോക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓവർ ഹീറ്റിംഗ് ഓഫ് സിലിണ്ടർ ഹെഡ് ബ്ലോക്ക് ക്യാൻ കോസ്. Overheating of cylinder head block can cause wrapping, leakage, abnormal combustion, none of these. Option A ആണ്. wrapping ആണ് അതിന്റെ ആൻസർ. Overheating is the most common cause of cylinder head
wrapping and cracking. 16th question. When thicker head gasket is used in compression, what happened to the compression ratio? Compression ratio ഒക്കെ എന്ത് പറ്റും? Increase, decrease, first increase and then decrease, none. ഓപ്ഷൻ ബി ആണ്, ഡിക്രീസ് ആണ് ചെയ്യുക. കാരണം ക്ലിയറൻസ് വോളിയം തിക്കർ ഹെഡ് ഗ്യാസറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്ലിയറൻസ് വോളിയം കൂടാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയറൻസ് വോളിയം VS + VC ഡിവൈഡഡ് ബൈ VC ആണ്. അപ്പോൾ ക്ലിയറൻസ് വോളിയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കംപ്രഷൻ റേഷ്യോ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയറൻസ് വോളിയം increases, so compression ratio decreases. A torque wrench is used for. ടോർക്ക് റെഞ്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിമൂവ് കാർബൺ ഡെപ്പോസിറ്റ് ഫ്രം ദ സിലിണ്ടർ ഹെഡ്, ചെക്ക് അലൈൻമെന്റ് ഓഫ് ദി എൻജിൻ, ടൈറ്റ് സിലിണ്ടർ ഹെഡ് ബോൾട്ട്, നൺ ഓഫ് ദീസ്. ഓപ്ഷൻ സി ആണ് ഫോർ ടൈറ്റിനിങ് ദ സിലിണ്ടർ ഹെഡ് ബോൾട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോർക്ക് റെഞ്ച് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിസ്റ്റൺ റിങ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് വിച്ച് മെറ്റീരിയൽ? കാസ്റ്റ് അയൺ, നിക്രോം, ടങ്സ്റ്റൺ, സിൽവർ. പിസ്റ്റൺ റിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. കാസ്റ്റ് അയൺ ആണ് അതിന്റെ മെറ്റീരിയൽ. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ പിസ്റ്റൺ റിങ്സ് പ്രൊവൈഡ് ഈസി പാസേജ് ഫോർ ഹീറ്റ് ഫ്ലോ ഫ്രം പിസ്റ്റൺ ടു സിലിണ്ടർ ബോൾ. 19th question, camshaft is always mounted dash to the crankshaft. Parallel to the crankshaft, option B. Perpendicular to the crankshaft, option C. By 45-degree angle, none of the above. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പാരലൽ ടു ദി crankshaft ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. And the camshaft is made up of forged alloy steel ആണ്. Forged alloy steel വെച്ചിട്ടാണ് camshaft made ചെയ്തിട്ടുള്ളത്. Then camshaft gear is made up of cast iron, bakelite, mild steel, brass. ഓപ്ഷൻ ബി ആണ്, bakelite ആണ് നമ്മൾ ഇത് വെച്ച് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ 4-stroke engine camshaft revolves at dash the crank speed. ഹാഫ് ദി ക്രാങ്ക് സ്പീഡ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ത്രോ ഈസ് ഡാഷ് ദി സ്ട്രോക്ക് ലെങ്ത്, ഡബിൾ ഓഫ്, ഈക്വൽ ടു, ഹാഫ്, നൺ ഓഫ് ദീസ്. ത്രോ എന്ന് പറയുന്നത് ഹാഫ് ടു ദി സ്ട്രോക്ക് ലെങ്ത് ആയിരിക്കും. ഓപ്ഷൻ സി ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ക്രാങ്ക് പിൻ ടു ദ സെന്റർ ഓഫ് ദി മെയിൻ ജേണൽ ഈസ് കോൾഡ് ത്രോ. സ്ട്രോക്ക് ലെങ്ത് ഈസ് ഡബിൾ ദി ത്രോ ആയിരിക്കും. ഇപ്പൊ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ത്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ത്രോ ഈസ് ഈക്വൽ ടു ഹാഫ് ദി സ്ട്രോക്ക് ലെങ്ത് ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് ഫോർജ്ഡ് അലോയ് സ്റ്റീൽ, കോപ്പർ ലെഡ് അലോയ്, നിക്കൽ ക്രോം സ്റ്റീൽ, ബോത്ത് എ ആൻഡ് സി. ഇതിന്റെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് സി ആണ്. ഫോർജ്ഡ് അലോയ് സ്റ്റീൽ, ഫോർജ്ഡ് മെറ്റീരിയൽസ് ആയിരിക്കും ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ മെയ്ഡ് ചെയ്യുന്നത് ഫോർജിങ് ഓപ്പറേഷൻ വഴിയാണ്. ഇപ്പൊ ഫോർജ്ഡ് അലോയ് സ്റ്റീലും അതുപോലെ നിക്കൽ ക്രോം അലോയ് സ്റ്റീലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.